ഹണിമൂണ് എവിടേക്കാ? തായ്ലാൻഡോ? മക്കളൊക്കെ കൊണ്ടുപോവോ? നിങ്ങൾ ഹാപ്പിയല്ലേ? മക്കളെ ഹാപ്പിയല്ലേ? ഇനി അടുത്ത പ്ലാൻ എന്താ? വേറെ ഫംഗ്ഷൻസ് റിസപ്ഷൻ? ഇപ്പോൾ 2 വൈറൽ താരങ്ങൾ തമ്മിലുള്ള കല്യാണമാണ് കഴിഞ്ഞത്. ജയപ്രകാശ്, രശ്മി. ജയപ്രകാശിന് 68 വയസ്സ്, രശ്മി 60 വയസ്സ്. ഇവർക്ക് ഒരു കഥയുണ്ട്, ഒരു പ്രണയ കഥയൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇപ്പം എയറിലായിരിക്കുകയാണ്. വൈറലും ആയി, എയറിലും ആയി, ഇപ്പം കരച്ചിലും ആയി. ജയപ്രകാശിനൊരു പ്രണയം ഉണ്ടായിരുന്നു. വർഷങ്ങൾ കൊണ്ട് ആ മനസ്സിലെ ആ പ്രണയം പുത്തുലഞ്ഞു. അന്നത്തെ ആ മോഹം മനസ്സിൽ കൊണ്ട് നടന്ന ആ രശ്മിയെ തന്നെ ജീവിത സഖിയായി ഏറ്റെടുത്തു. ഇപ്പം 5-6 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. മകളുടെ യൂട്യൂബ് ചാനലിലൂടെ രശ്മിയും അതുപോലെ ജയപ്രകാശും മകള് വിളിച്ചിരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മകള് ഈ ചോദിച്ച കാര്യങ്ങൾക്ക് ഇവരിരുന്നും കൊണ്ട് അമ്മയും അതായത് രണ്ടാനച്ഛനും കൂടി മറുപടി പറയുന്നു. പറഞ്ഞതിന് ശേഷം അവർ ഭയങ്കര മോങ്ങൽ, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, നാറ്റിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം എന്താ മോള് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നല്ലതുപോലെ കഴിഞ്ഞതാണ്. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ ആ കല്യാണ സമയത്ത് ഇവർ അത്യാവശ്യം നല്ല സുന്ദരിയായിട്ടാണ് ഇരുന്നത്. അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കോലം കെട്ടു. അത് പോരെങ്കിൽ അവർ വന്നിരുന്നും കൊണ്ട് അവരെ ആ കുടുംബകാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ അവർ വിളമ്പേണ്. എന്തിനാണ്? മോക്ക് റീച്ച് വേണം. അതിനെ അമ്മയെ വിളിച്ചിരുത്തി ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. ആ ആൾ പാവം പോലെ അവിടെ ഇരിപ്പുണ്ട്, എല്ലാം കേട്ടുകൊണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടാ ജീവിതത്തിൽ ഇല്ലെന്നാണ് പറയണത്. പറയാം. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ ഫുഡ് റുട്ടീൻ? എങ്ങനെയാണ്? രാവിലെ എന്ത് കഴിക്കും, ഉച്ചയ്ക്ക് എന്ത് കഴിക്കും, വൈകുന്നേരം എന്തെങ്കിലും കഴിക്കുവോ, രാത്രി എന്തെങ്കിലും കഴിക്കുവോ? അതാണ് ഇന്ന് പറയുന്നത്. എന്തായാലും ഒന്നും കഴിക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റില് പറഞ്ഞായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറഞ്ഞു. മുട്ട വെറൈറ്റി മുട്ടസാണോ? പിന്നെ ഗീല് വെറുതെ റോസ്റ്റ് ചെയ്ത് എന്നിട്ട് പെപ്പറും സോൾട്ട് മാത്രം ഇടും. ഇങ്ങനെയാണ് ഏട്ടൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഒന്നുമില്ല. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും വാൾനട്ട്സും ഇടും. അത് ഒരുപാടില്ല, കുറച്ചെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിടും. അതിങ്ങനെ എന്നും കഴിച്ചോണ്ടിരുമ്പോ എനിക്കങ്ങ് വല്ലാതെ എനിക്ക് ഇഷ്ടക്കേട് പോലെ തോന്നി. ഇപ്പൊ ഞാൻ അതിന്റെ അകത്ത് ഇപ്പം കുറച്ച് അണിയനൊക്കെ ഇടാറുണ്ട്. ചിലപ്പോ ഞാൻ ഇച്ചിരി സോസൊന്നും വാങ്ങിച്ചു തരില്ല. പിന്നെ ഞാൻ സോസൊന്നും വാങ്ങിച്ചു തരൂല. ഉള്ളത് തന്നെ ചേട്ടൻ കഴിക്കണത് അതുപോലെ ഞാനും കഴിച്ചുകൊണ്ടാണ് ഇരിക്കണത് എന്നൊക്കെയാണ് ഈ അമ്മ പറയുന്നത്. ചേട്ടൻ വാങ്ങിച്ചൊന്നും തരൂല എന്ന് ഇവരല്ലേ പറയണത്? വേറെ ആരെങ്കിലും ആണോ? സോസൊന്നും ചേട്ടൻ വാങ്ങിച്ചൊന്നും തരൂല എന്ന് പറയണത് ആരാണ്? ഇവരല്ലേ. കാരണം എനിക്ക് ബോയിൽ ചെയ്ത് എഗ് ഇത് മാത്രമാകുമ്പോ എനിക്കൊരു വല്ലാതെ തോന്നി. ശീലമില്ലല്ലോ. അപ്പോഴും ഞാൻ പിന്നെ പറഞ്ഞപ്പോ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്ന്. അപ്പൊ അതില് ഇടയ്ക്ക് അതില് ചെയ്യും. പിന്നെ ഇപ്പം ചെറിയ സവാളയല്ല, ചെറിയ ഉള്ളിയും ഇച്ചിരി പച്ചമുളകും ഒക്കെ ഇട്ട് ഓംലെറ്റ് പോലെ ആക്കി അതും ഗീല ചെയ്യുന്ന. നമ്മൾ സാധാരണ മനുഷ്യർ കഴിക്കുന്ന പോലെ സാധാരണ കുറച്ച് നട്ട്സ് കൂടി ഇടുവന്നേ ഉള്ളൂ. നട്ട്സും വാൾനട്ട്സ് എന്നിട്ട് അവിടെ അത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. വേറെ ഒന്നുമില്ല. ഇല്ല. ഉച്ചക്ക് മട്ടൻ, ചിക്കൻ. കഷ്ടം. ഇങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് കിടന്ന അമ്മയാണെങ്കിൽ അവർക്ക് ഇത്തിരി ചോറ് ഉച്ചയ്ക്കായിരുന്നാലും രാവിലെ നല്ലതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് നല്ലതുപോലെ വയറുവീക്ക ചോറ്, അതുപോലെ രാത്രിയിലും ചോറ്, പിന്നെ ചിലപ്പോൾ പഴം കഞ്ഞി, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കഴിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പം ഇവർക്ക് ഇതൊന്നും കിട്ടുന്നില്ല. അയാൾ ഡയറ്റ് അങ്ങാണ്ടേ. അപ്പം അയാൾ അങ്ങനെ ഡയറ്റാണെന്നും പറഞ്ഞും കൊണ്ട് അയാളെ ഡയറ്റിനൊത്ത് ഇവരും നിൽക്കണം. അതാണ് അവിടെ ഇത്. അപ്പം അവരങ്ങനെയൊക്കെയാണ് കഴിക്കണത്. അവരിപ്പോ ഒരുമാതിരി ആയി. ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമേ ഉള്ളൂ. ചോറ് വെക്കുന്ന ഒരു കാപ്സ് ഇല്ല. ചോറ് വെക്കാറേ ഇല്ല. അപ്പം പിന്നെ മട്ടണും ചിക്കനും ഒക്കെ സാധാരണ ഏട്ടൻ കഴിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ബോയിൽ ചെയ്തിട്ട് ഗീല് സോട്ട് ചെയ്ത് പിന്നെ പെപ്പറും സോൾട്ടും മാത്രം ഇട്ടാ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഞാൻ വന്നതിന് ശേഷം ഞാൻ സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ പിന്നെ ഒരു റോസ്റ്റ് കുറുമ പോലൊക്കെ ഉണ്ടാക്കും. അത് പക്ഷെ ഒരുപാട് വെള്ളമായിട്ടല്ല, ഒരു സെമി ഗ്രേവി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പം അത് കഴിക്കും. പിന്നെ ഞാൻ ഒരു ചപ്പാത്തിയോ ഒരു ദോശയോ എല്ലാം ഞാൻ കഴിക്കും എന്റെ കൂടെ.
അങ്കിളിന് ഇത് മാത്രം കഴിക്കണേ. പിന്നെ ചിലപ്പോ വല്ല ഒരു ചപ്പാത്തി കഴിക്കും. അല്ലാതെ ക്വാണ്ടിറ്റി കൂടുതൽ മട്ടൺ ചിക്കൻ മീറ്റാണ് അവിടെ കഴിക്കുന്നത്. വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, ഒന്നുമില്ല. അയ്യോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇല്ല. അപ്പോഴ് അയാൾ ഈ ഡയറ്റിന് അതും ഇതുമൊക്കെ ഇങ്ങനെയൊക്കെ നുള്ളിയും പറക്കിയും ഒരണ്ടിപ്പരിപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് അയാൾ കഴിക്കുന്നത്. 1-2 മുട്ട അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അതിനൊത്ത് അവർ കിടക്കാൻ പറ്റുമോ? അവർക്ക് പഴം കഞ്ഞിയൊക്കെ കുടിക്കണ്ടേ? അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ട്. അവരെന്തോ പോലെ അങ്ങ് ആയി. അതിന് ശേഷം പുള്ളിക്കാരൻ മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. ഇവരങ്ങനെ ഇരുന്ന് പറയണേ. എനിക്ക് തോന്നണം ഈ മോള് ഈ അമ്മയ്ക്ക് കിട്ടുന്ന ഫുഡ് മറ്റേ ജനങ്ങളിൽ എത്തിക്കണതായിരിക്കും. എത്തിക്കുമ്പോഴെങ്കിലും അത് പിന്നെ ഇൻ്റർവ്യൂ വരും. അപ്പോഴെങ്കിലും നല്ലതുപോലെ അമ്മയ്ക്ക് ആഹാരം വാങ്ങിച്ച് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും മോള് അമ്മയെ വിളിച്ചിരുത്തി ഇങ്ങനെയൊക്കെ ചോദിക്കണത്. അത് പിന്നെ സ്നാക്സ് ഞാൻ ഒരുപാട് മധുരമൊന്നും കഴിക്കില്ലായിരുന്നു. പക്ഷെ വൈകിട്ടൊക്കെ ചിലപ്പം എനിക്ക് ചില ബിസ്ക്കറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്. അത് ഞാൻ കഴിക്കാം. ബിസ്ക്കറ്റ് ഒന്നും എന്നാലും പൊന്നു മാമ ഇത്തിരി ഫ്രൂട്ട്സും വെജിറ്റബിളെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? കഷ്ടമല്ലേ? ഒന്നുമില്ലാതെ വെറുതെ ഒരു അണ്ടിപ്പരിപ്പും ഒരു മുട്ടയും തിന്നോണ്ട് കിടക്കണത് ഒരു കഷ്ടമല്ലേ? അവർക്ക് വിശക്കൂലേ? പിന്നെ ഒരു ദോശയെങ്ങാണ്ട കഴിക്കുമെന്ന് പറയണ്. ഇച്ചിരി പഴങ്കഞ്ഞിയും തൈരും ഇത്തിരി അച്ചാറും ഉണക്കമീനും എല്ലാം കൂടെ കൂട്ടി പഴങ്കഞ്ഞിയൊക്കെ കുടിക്കണ്ടേ? ഇല്ല ശരീരമൊക്കെ തണുക്കുള്ളൂ. അങ്ങനെ കുടിച്ച് കിടന്നതായിരിക്കും പാവം. കഴിക്കാൻ സമ്മതിക്കില്ല. കഴിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ വിശക്കുമ്പോ പോയി നട്ട്സ് എടുത്ത് കഴിക്കാന്ന് പറയും. അല്ലെങ്കിൽ അതെന്തേര് പറച്ചില്? വിശക്കുമ്പോ നട്ട്സ് എടുത്ത് കഴിച്ചാൽ എന്തേര് വിശപ്പ് തണുക്കോ? കുഞ്ഞു കുട്ടികളാണെങ്കിൽ നടക്കുമ്പോ പറയാ എന്നാ നട്ട്സ് എന്നാന്നും പറഞ്ഞു കൊടുക്കുമ്പോ അവര് ചിലപ്പോ അതും കൊണ്ടങ്ങ് പോകും. അതുപോലെ പറ്റുമോ അവരെ കൊണ്ട്? ഇവർക്ക് വയറ് വീക്കണ്ടേ? കഷ്ടമല്ലേ അങ്ങനെയൊക്കെ ചെയ്യണം. ഫ്രിഡ്ജിന്റെ അകത്താ വെക്കുന്ന വാൾനട്ട്സ് നട്ട്സ് ഒക്കെ. അപ്പൊ അതെടുത്ത് അതിപ്പം കഴിച്ചങ്ങ് ഒരുമാതിരി എന്നും രാവിലെ അപ്പോഴും പിന്നെ പറയാം അല്ലെങ്കിൽ മട്ടൺ ഉണ്ടല്ലോ, ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്ത് കഴിക്കാൻ പറയും. അപ്പൊ അതെനിക്ക് പറ്റാത്തോണ്ട് ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ എനിക്ക് വിശക്കില്ല. ആ സമയത്ത് വിശപ്പങ്ങ് പോയി. അതിലൊക്കെ ചുരുങ്ങി പോവേ ഉള്ളൂ. ഇങ്ങനെ ആയ കഷ്ടം തന്നെ. പിന്നെ ചായ കാപ്പി ഒന്നും കുടിക്കുന്ന ആളല്ല, പാലും കുടിക്കൂല. പിന്നെ ചിലപ്പോ വല്ല ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോ എന്തെങ്കിലും വന്ന് നട്ട്സോ വല്ലതും എടുത്ത് കഴിക്കുന്നതാണ്. കഷ്ടം. ഇയാള് മുഖത്തേ ഇങ്ങനെ നോക്കണം. ഇവള് എന്തേരൊക്കെ വിളിച്ചു പറയണ്. ഇവള് പറയണ് ഞാനൊന്നും കൊടുക്കൂല എന്നൊക്കെയാണ് ഇവള് വിളിച്ച് പറയണതായിട്ടാണ് ആളിന് തോന്നണത്. പാവം തന്നെ ഇങ്ങനെ മുഖത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വല്ലതൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ മോള് വിളിച്ചിരുത്തിയൊക്കെ ചോദിക്കും സോഷ്യൽ മീഡിയ വഴിയൊക്കെ. അത് എനിക്ക് വിശക്കും. നിങ്ങളുടെ മീൽ ഉച്ചയ്ക്ക് കഴിയും. പക്ഷെ എനിക്ക് അത്രയും ക്വാണ്ടിറ്റി മീറ്റും ഞാൻ കഴിക്കൂലല്ലോ. ചിക്കനും മട്ടണും ഒന്നും ഞാൻ അത്രയും കഴിക്കാത്തതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോ എനിക്ക് വിശക്കുമായിരുന്നു. അപ്പൊ വിശക്കുന്നുണ്ടോന്നൊന്നും അവിടെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ രാത്രിയിൽ എന്താ കഴിക്കുന്നത്. അയ്യോ അവരടുത്ത് എന്തോന്ന് കഴിക്കണ്? നിനക്ക് വിശക്കണ? നീ ഒന്നും കഴിക്കണില്ലേ? ഒന്നും ചോദിക്കൂല. മാമന് കിട്ടണത് മാമ വല്ലതാ ഞണ്ണിക്കൊണ്ട് പോവും. പാവം തന്നെ. ഞാൻ ചോദിക്കുകയില്ല. അപ്പൊ എനിക്ക് ഫ്രൂട്ട്സ് വേണമായിരുന്നു. ഫ്രൂട്ട്സ് ഇതൊക്കെ ഇഷ്ടമാണ്. പിന്നെ മോൻ പറഞ്ഞ ഡയറ്റ് അങ്കിൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. രോഹിത് ഭയങ്കര ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളാണ്. അപ്പൊ രോഹിത് പറഞ്ഞൊരു ഡയറ്റ് ഇപ്പൊ 2.5 വർഷമായിട്ട് അങ്കിള് ഫോളോ ചെയ്യണത്. പിന്നെ അമ്മേടെ അടുത്തും കൂടെ ഫോളോ ചെയ്യാൻ പറഞ്ഞ അമ്മ ബാക്കിയുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് കിടന്നതല്ലേ? അമ്മയ്ക്ക് വിശക്കൂലേ? ഒരു നട്ട്സും എടുത്ത് കഴിച്ചുകൊണ്ട് കിടന്ന അത് വിശക്കൂലേ അമ്മയ്ക്ക്? 2.5 വർഷമായിട്ട് അങ്കിൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്കിളിന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആണ്. അത് ബോഡി ഹെൽത്തി ആവുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബോഡി മെറ്റബോളിസം എല്ലാം സ്റ്റേബിൾ ആണ്. അപ്പൊ മോൻ പറയുന്ന അതേ ഡയറ്റ് ഫോളോ ചെയ്യുന്നോണ്ടാണ് അതെന്ന് പറയും. അപ്പൊ മോന് ഫ്രൂട്ട്സ് പറയുന്നില്ല. മോള് ഇതാണ് കാര്യം. ആ ആളിൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ അതിനാണ് അമ്മയെ വിളിച്ചുകൊണ്ട് അവിടെ ഇരുത്തിയത്. അതാണ് ആ ആളും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് അമ്മയെ കൊണ്ട് ഇത് പറയിച്ചത്. അമ്മ അവിടെ പറഞ്ഞത് കണ്ട പിന്നെ വന്നിരുന്നു കൊണ്ട് ഇന്റർവ്യൂവിൽ എന്തിനാണ് വാങ്ങണം? ഒരുപാട് ഇന്റർവ്യൂകൾ അവരെ കല്യാണം കഴിഞ്ഞിട്ട് കൊടുത്തായിരുന്നു. ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഞങ്ങളെ അമ്മ അങ്ങനെയാ വളർത്തിയേ. വല്ലവർക്ക് തിന്നാൻ മേടിച്ചു കൊടുക്കണം. സിസ്റ്റർ പോയി കിട്ടോ. അപ്പൊ അതിന് മുന്നേ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിട്ടാ പോയത്. ഫ്രൂട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാ ഫ്രൂട്ട്സും അല്ല, എനിക്ക് അറിയാമല്ല. എനിക്ക് ഓറഞ്ച് മാംഗോ ഒക്കെ ഭയങ്കര. ചക്കയൊക്കെ കഴിച്ച് കിടക്കണതാണ്. ചക്കയിൽ തന്നെ പഴങ്കഞ്ഞി ഉണ്ടല്ലോ, അതിലിട്ട് ചക്ക കൂട്ടാനും എല്ലാം കൂടെ ഇട്ട് വിരവി തൈരൊക്കെ മുളകൊക്കെ ഉടച്ച് കഴിക്കണതാണ് അമ്മ. അങ്ങനെ കഴിക്കാൻ അതൊന്നും മേടിച്ച് കൊടുക്കൂലേ? ഇനിയിപ്പം എന്തെങ്കിലും ചെയ്യണം?
ഈ ഓഫ് സീസൺ ആവുന്ന സമയത്ത് ലുലുലൊക്കെ പോകുമ്പോ ഫ്രോസൺ ചക്ക കിട്ടുമല്ലോ. അത് ശരിക്കും നല്ല പ്രൈസും ആണ്, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഞങ്ങള് ലുലുലിപ്പോ മോളെ അമ്മയുടെ ചക്ക മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഫ്രോസൺ ചക്ക വരെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ചക്ക സീസൺ ആയിട്ട് പോലും ചക്ക കിട്ടിയില്ലല്ലോ. വല്ലാത്തൊരു ജീവിതമാണല്ലോ ഇത്. കണ്ട മോള് എന്നെ പറയണു വല്ലാത്തൊരു ജീവിതമാണല്ലോ എന്ന്. ജനങ്ങളിൽ എത്തിച്ചതാണ് മോള്. ചക്ക ആവശ്യത്തിന് കഴിച്ചു. ചക്ക കഴിച്ചു. തായ്ലൻഡിൽ പോയിട്ട് ചക്ക കഴിച്ചില്ലേ? തായ്ലൻഡിൽ ചെന്നപ്പം ഫ്രൂട്ട്സ് വാങ്ങിച്ചായിരുന്നു. തായ്ലൻഡിലെ ഒരു പണ്ടാം കണ്ട തായ്ലൻഡിൽ പോയപ്പോഴും ഫ്രൂട്ട്സ് മേടിച്ചു കൊടുത്തെന്നു. അത് മതി ഇനി ജീവിതകാലം മുഴുവനും. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ മാമൻ. ഭയങ്കര ഒരു എക്സ്ക്ലൂസീവ് ഒരു പ്ലേസ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് മാത്രം. അപ്പൊ അവിടുന്ന് എല്ലാ ഫ്രൂട്ട്സും നല്ല ഫ്രഷ് ആയിട്ടുള്ള, ഭയങ്കര ജ്യൂസിയും സ്വീറ്റും ആയിട്ടുള്ള ഫ്രൂട്ട്സ്. മാംഗോ, ഡ്രാഗൺ ഫ്രൂട്ട്, അവിടുത്തെ വൈറ്റ് ഡ്രാഗനും ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഇത് മാങ്ങ, ചക്ക, പിന്നെ വേറെ എന്തോ നമ്മള് കഴിച്ചത്, വേറെ എന്തോ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു. ശരിയാ. ചക്ക പണ്ടല്ലേ കഴിച്ചത്? അവിടുത്തെ ഒരു വെറൈറ്റി മറ്റേ സ്റ്റിക്കി റൈസോ? മാംഗോ സ്റ്റിക്കി റൈസ് അല്ല, ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ അവിടെ. അതെ, മറ്റേ ഇല്ല, ഒരു സ്മെല്ല്, വൃത്തിയുടെ സ്മെല്ലുള്ളത്. അത് കഴിച്ചില്ല, പക്ഷെ അവിടെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ്. അങ്ങനെ അവിടെ വെച്ച് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. ഡുറിയൻ. അത് കഴിച്ചില്ല. ഹോട്ടലിൽ കയറ്റത്തില്ല, ഒരു വല്ലാത്ത സ്മെല്ലാന്ന് പറയുന്നത്. പിന്നെ അപ്പൊ രാത്രി വേറെ ഫുഡില്ല. പിന്നെ ഉച്ചക്ക് ഏട്ടൻ നല്ല ഐലൻഡിലൊക്കെ പോയപ്പോ രാത്രിയും ഫുഡില്ല, ഒന്നുമില്ല. അവിടെ നിന്നിട്ട് പോലും ഫ്രൂട്ട്സ് ആങ്ങണ്ട വാങ്ങിച്ചു കൊടുത്തെന്ന്. കഷ്ടം. 6 മണി അല്ലെ 7 മണിക്ക് മുമ്പ് കഴിക്കും. അപ്പൊ ഒരു കീറ്റോയും ഒരു ഇന്റർമീഡിയന്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ്. ഞാൻ നേരത്തെയും രാത്രി ഫുഡ് കഴിക്കാറില്ല. 6 മണിയാകുമ്പോഴേ എന്തെങ്കിലും അത് ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുമായിരുന്നു. പപ്പായ, പഴം ഒക്കെ കഴിക്കുമായിരുന്നു. അത് അയാൾ അറിയിച്ചതാണ്, അമ്മ ഇങ്ങനെയൊക്കെ എല്ലാം കഴിച്ചു കിടന്നതാണെന്ന്. ഇനിയെങ്കിലും വല്ലതാക്കെ കൊടുക്കണേ പാവത്തിന്. കഴിക്കുന്നത് ചില ദിവസത്തെ രാവിലത്തെ അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രൂട്ട്സ് ആയിരുന്നു അല്ലെ? പപ്പായ ഒക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് കുറച്ച് ചോറൊക്കെ കഴിക്കുന്ന ഒരാളും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന, ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഇപ്പൊ എന്താണെങ്കിലും ഹെൽത്തി കണ്ടിട്ട് നമുക്കിപ്പോ കാണുമ്പോ കുറച്ച് kgs കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആള് ഹെൽത്തിയാണ് കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി വന്നിരുന്ന് പറഞ്ഞതാണ്. പറയുമ്പോഴത്തേക്ക് അറിയാം, മകൾക്കറിയാൻ കഴിയും, പിന്നെ ആളുകൾ എടുത്തു വെച്ച് ഉടുക്കുമെന്നുള്ളത് അറിയാം. അപ്പോഴ് വീണ്ടും ഇവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കാം. ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഇപ്പം വന്നിരുന്നും കൊണ്ട് മോങ്ങുന്നുണ്ട്. ഇവരല്ലേ പറഞ്ഞത് ഇവർക്ക് ആഹാരം കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, മറ്റത് ചക്കയും മാങ്ങയൊക്കെ തിന്നുകൊണ്ട് ഇടും, ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ലെന്ന്. അപ്പോൾ അവരൊരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. പറയണ കേട്ടോ, 2 പേർക്കും കൂടെ 8 എഗ്ഗാ. ഇവിടെ തൊട്ട് എഗ്ഗ് തൊട്ട് നമുക്ക് തുടങ്ങാം. ഇൻ്റർവ്യൂ കൊടുക്കണേണ് 2 പേരും കൂടെ. അതിൽ 2 ബോയിൽ ചെയ്യും, 2 എണ്ണം ഈ ഗീ റോസ്റ്റ് ചെയ്യും. ഗീ റോസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നട്ട്സും വാൾനട്ട്സും ഒക്കെ ഇട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് എനിക്കൊരു ചേഞ്ച് വന്നപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ച്, ഞാൻ തന്നെ എൻ്റെ കൂടെ യോജിച്ച് ചെയ്ത 2 പേർക്കും ഒരേ ഫുഡ് മതിയെന്ന് വിചാരിച്ച്. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അതിൽ പറഞ്ഞ അങ്ങനെ അല്ലല്ലോ. ആളങ്ങനെ കഴിക്കണോണ്ട് അതുപോലെ എനിക്കും കഴിക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതലൊന്നും കഴിക്കാൻ പറ്റൂല എന്നല്ലേ പറഞ്ഞത്. ലക്ഷ്മി ചേച്ചിയോട് നീ ഇന്നതേ കഴിക്കാവൂ, നീ ചോറ് കഴിക്കല്ലേ, മീൻകറി തൊട്ട് പോവല്ലേ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ചോറ് വെക്കാൻ സമ്മതിക്കൂല, ചോറ് കഴിക്കാൻ സമ്മതിക്കൂല എന്നാണ് അതിൽ പറഞ്ഞത്. വേറൊന്നും കഴിക്കാൻ സമ്മതിക്കൂല, ചക്കയൊന്നും കിട്ടാനില്ല, അതുപോലെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു തരൂല, വെജിറ്റബിൾ വാങ്ങിച്ചു തരൂല എന്നെല്ലാം പറഞ്ഞിട്ട് ഇതിൽ വന്നിരുന്നു കൊണ്ട് വേറൊരു തരം പറയണം. ആരെ ബോധ്യപ്പെടുത്താൻ? അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും കൂടെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. എന്നോട് പറഞ്ഞ വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും ചോറ് വെക്കാം, അരി വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അരി ഇപ്പോഴും അതുപോലെ അവിടെ ഇരിക്കുക, ഞാൻ വെച്ചിട്ടില്ല. അങ്ങനെ പുള്ളിക്കാരി ഏർലി കയറിയതിന് ശേഷം വന്നിരുന്ന് ന്യായീകരിക്കുന്നതാണ്. 2-3 പ്രാവശ്യമൊക്കെ വെച്ചു. പക്ഷെ ഇപ്പം അങ്ങനെ റെഗുലറായിട്ട് വെക്കുമ്പോൾ ഒരാൾക്ക് അത് വേണ്ടാതിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് നിങ്ങൾ 2 പേരും താല്പര്യപ്രകാരം എടുത്ത ഡയറ്റാ. അതെ. പിന്നെ ബാക്കിയുള്ള ചില ആളുകൾക്ക് ഈ കല്ലുകടി വെറുതെ അന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആള് ഡയറ്റ് എടുക്കുന്നു, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ കിടക്കണം, ഞാനും അതുപോലെയുള്ള ഫുഡ് കഴിക്കണം, ഒരു നട്ട്സേ കഴിക്കാൻ പാടുള്ളൂ, ഒരു നട്ട്സ് അതിൽ കൂടുതലൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് അതിൽ പറഞ്ഞത്. എന്തിനാ നീ സന്തോഷമായി ജീവിക്കുന്നോണ്ടാണോ? അല്ല, അവര് പറഞ്ഞോട്ടെ. കുഴപ്പമില്ല. എനിക്ക് എവിടെ ഏശാനല്ലേ.
അല്ല നമ്മൾ പ്രതികരിക്കാൻ പോയി, എന്നിട്ട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഇവരല്ലേ ഇരുന്നും കൊണ്ട് അതിൽ മോളെ ചാനലിൽ വായ്ത്താളം പറഞ്ഞത്, എന്നിട്ടിപ്പോൾ ആളുകളെ പറയണ എന്തായിരുന്നു? നേരത്തെ അജിൻ പറഞ്ഞ കണക്ക് ഇത് നമ്മളെ ഫാമിലി അല്ല, നമ്മളെ റിലേറ്റീവ് അല്ല, നമ്മളെ നെയ്ബർ അല്ല, ഈവൻ നമ്മളുടെ നാട്ടുകാരല്ല. നമ്മൾ ഒരു വിധത്തിൽ അറിയാത്തവരെഴുതുന്നുണ്ട് എന്തെങ്കിലും പറയാം, നമ്മൾ പ്രതികരിക്കണമെന്നില്ലല്ലേ. അവർ പറയാനുള്ള അവർ പറഞ്ഞോട്ടെ. നമ്മളുടെ ജീവിതമാണ് ഇവർക്കുള്ള ആൻസർ. സന്തോഷകരം. അന്ന് വന്നിരുന്ന് പെണ്ണുപിള്ള പറഞ്ഞപ്പോൾ ഓർക്കണമായിരുന്നു. അന്ന് അവർ വന്നിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഓർക്കണമായിരുന്നു. ഇതെന്നായാലും ഇത് സോഷ്യൽ മീഡിയയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആളൊന്നും തിന്നാൻ സമ്മതിക്കൂല, ആളൊന്നും കൊടുക്കൂല, ചക്ക കൊടുക്കൂല, ചോറ് കൊടുക്കൂല, വെജിറ്റബിളും ഫ്രൂട്ട്സും ഒന്നും വാങ്ങിച്ചു തരൂല എന്നൊക്കെ പറഞ്ഞതാരാണ്? നാട്ടുകാർ. അതേ ഈ കമന്റ് ഇടണവരാ, ആരുമല്ലല്ലോ, നിങ്ങളല്ലേ വന്നിരുന്ന് പറഞ്ഞത്. ജീവിതം അതിനപ്പുറം ഒന്നുമില്ല. ഒരു മനുഷ്യ ആയുസ് ശരാശരി ഞാൻ മനസ്സിലാക്കിയ 36,000 ദിവസമാണ്. അതെ. അപ്പൊ അതിൽ പകുതിയോളം നമ്മുടെ പകുതി കൂടുതൽ കഴിഞ്ഞു. ഇനി പകുതി നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും ഒരു വിവാഹം കഴിച്ചതെന്ന് വെച്ചാൽ ഒരു കമ്പാനിയൻഷിപ്പില്ല, സങ്കടത്തിലും സന്തോഷത്തിലും നമുക്കൊരു പങ്കാളി, ഒരു തുണ. അത് അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല. അപ്പൊ അതിന് ജനങ്ങള് എന്തിനാണ് ഇങ്ങനെ നമ്മളെ ക്രൂശിക്കുന്നതെന്നാണ് മനസ്സിലാവുക. വിവാഹം കഴിച്ചതിനോ ജീവിക്കുന്നതിനോ ആരും ഒന്നും പറയില്ല. സന്തോഷമായിട്ട് മരണം വരെയും ജീവിക്കണം, അത് എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ വന്നിരുന്ന് അയാളെ ഒരുമാതിരിയില്ല മോശത്തരമാക്കി മോളെ ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് വന്നിരുന്ന് പറയുമ്പം ഒന്ന് ഓർക്കണം. ആ മോള് പിടിച്ചിരുത്തി പറയുമ്പോഴും അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുമ്പോഴും ഒന്ന് ഓർക്കണമായിരുന്നു. ജനങ്ങൾ അതിന് പ്രതികരിക്കുമെന്നും നെഗറ്റീവ് കമൻറ്റ് വരുമെന്നും, പിന്നെ ആ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്കായി കുഴപ്പം, അതിനെ റിയാക്ട് ചെയ്തവർക്കായി കുഴപ്പം. കൊള്ളാമല്ല. പട്ടിണിക്കിടുകയാണ്, വേലക്കാരിയാണ് ആവശ്യം, ഒരു ഭാര്യ അല്ലായിരുന്നു ആവശ്യം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ ചില പട്ടിണിക്കിടുന്ന രീതി അതുപോലെ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കമന്റുകൾ വരുന്നത് ഈ വയസ്സനാകാലത്ത് കല്യാണം കഴിക്കാൻ ഇവർക്ക് ഭ്രാന്താണോ, അല്ല അനാഥ മന്ദിരത്തിൽ പോയി കിടന്നാൽ പോലെ, ഇങ്ങനെ കമന്റുകൾ വരുമ്പോൾ നമ്മൾ എത്ര ആണെങ്കിലും മനസ്സുകൊണ്ട് വേദനിക്കത്തില്ലേ ചേച്ചി? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പറയണത് തെറ്റാണ്. വയസ്സാം കാലത്ത് കല്യാണം കഴിക്കണ എന്തിനാ, അനാഥാലയത്തിൽ പോയിരിക്കണ എന്തിനാ, അത് കല്യാണം കഴിക്കണേക്കെ അവരവരെ ഇഷ്ടം. പിന്നെ ഇവർ വന്നിരുന്ന് പറഞ്ഞതിനോടൊട്ടും യോജിക്കുന്നില്ല. വേദനിക്കും. എൻ്റെ മക്കള് രണ്ടുപേർക്കും ബാധ്യത ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത്. അമ്മയുടെ താല്പര്യമല്ല, അവർക്കിപ്പോൾ സന്തോഷമായി. എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ആൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ ആ ആള് തന്നെ അവസാനം അമ്മയെ കല്യാണം കഴിച്ചു. ബാക്കി കേൾക്കാം എന്നുള്ള രീതിയിലാണ് എൻ്റെ മക്കൾക്ക്. അവരങ്ങനെയുള്ള മക്കളല്ല. എൻ്റെ മക്കളായാലും മരുമോനായാലും എല്ലാവരും എൻ്റെ മക്കൾ തന്നെ. അവർക്ക് എന്നെ അങ്ങേയറ്റം അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പം അവരെല്ലാ കാര്യത്തിലും എൻ്റെ ശ്രദ്ധിക്കുമായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് ഒരു ജീവിത പങ്കാളി ഉണ്ട്, നല്ലപോലെ കെയർ ചെയ്യുന്നതും സ്നേഹിക്കുന്നതായിട്ടുണ്ട് ജീവിത പങ്കാളി. ആഹാരമൊന്നും കൊടുക്കൂല എന്നൊക്കെ മുമ്പ് പറഞ്ഞെങ്കിലും ആള് പാവം കണക്കിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടിട്ടൊരു പാവണം തോന്നുന്നു. ഇതിനപ്പുറം എന്നാ വേണം? തിരിച്ചു സ്നേഹം ഉണ്ടോ? അതുകൊണ്ടല്ലേ പറയുന്നത്. ആ കെയർ കിട്ടുന്നോണ്ട് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുവാണ്. തീർച്ചയായിട്ടും. പിന്നെ മക്കളും ആ മരുമോനും ആ ഇനിഷ്യേറ്റീവ് എടുത്തോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് തന്നെ. ഈ ഡയറ്റ് ഒക്കെ ചെയ്തതിന് ശേഷമേ രശ്മി ചേച്ചിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? തീർച്ചയായിട്ടും മാറ്റമുണ്ട്. എനിക്ക് നല്ല വെയിറ്റ് ആയിരുന്നു, എനിക്ക് കാല് വേദന ഉണ്ടായിരുന്നു, മുട്ടുവേദന ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. എനിക്കിപ്പം മറ്റേ സംസാരിക്കും. ഇപ്പൊ എനിക്കൊരു ചുമയുള്ളതുകൊണ്ടാണ്. അപ്പൊ ആള് കഴിക്കണ്ട, ഒന്നും വാങ്ങിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞെങ്കിലും അതുകൊണ്ടാണല്ലോ ഇപ്പൊ മുട്ടുവേദനയൊക്കെ മാറിയത്. ചോറൊക്കെ വലിച്ചു വാരി തിന്നോണ്ടിരുന്നാണ്, ചോറും മരച്ചീനിയും ചക്കയൊക്കെ. ഇപ്പൊ ആളങ്ങനെ കഴിക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇപ്പം ശരീരത്തിന് നല്ല ഉന്മേഷത്തോടു കൂടി നടക്കണ മുട്ടുവേദനയൊക്കെ കുറഞ്ഞത്. സംസാരിക്കുമ്പോൾ എനിക്കൊരു വീസിങ് പോലെ ഉണ്ടായിരുന്നു. ഇപ്പം വെയിറ്റ് കുറയുന്നതേ ഇല്ല. എന്തൊക്കെ ചെയ്തിട്ടും, ഷുഗർ കട്ട് ചെയ്തിട്ടും ഒന്നും വെയിറ്റ് കുറയുന്നില്ലായിരുന്നു. പക്ഷെ ഈ ഡയറ്റ് എടുത്തതിന് ശേഷം ഹെൽത്തിയാണ്, അസുഖങ്ങളെല്ലാം മാറി, കാലുവേദനയില്ല, മുട്ടുവേദനയില്ല, ഒന്നുമില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര അതിശയമാണ്. ചിലർ നമ്മളെ ബന്ധുക്കൾ തന്നെ കാണുന്നവർ ചോദിക്കുന്നത്, ഈ ഡയറ്റ് പ്ലാൻ ഞങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരുമോ, എങ്ങനെയാണ്, ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ട് മാറുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായ വണ്ണം കാരണം എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു അതൊക്കെ ഇവരിരുന്ന് തള്ളണത് എടുക്കുമ്പം. പക്ഷെ അവർക്ക് അത്രയും അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ഇത്രയും എങ്ങനെ ചെയ്യുമെന്ന്. പക്ഷെ അവർ പതുക്കെ ചെയ്തോളാം. ഇത്ര ഒരു ഇപ്പം 5 മാസം ആയതല്ലേ ഉള്ളൂ, 5 മാസം കൊണ്ട് എനിക്ക് ഇത്രയും വെയിറ്റ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ. പിന്നെ ചിലർ പറഞ്ഞ് പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്തിയാണ് ആ കോലം തിരിഞ്ഞ്. ഈ നമ്മുടെ നിങ്ങളല്ലേ വന്നിരുന്ന് പറഞ്ഞത് പട്ടിണിക്കിട്ടെന്ന്, ഒന്നും കൊടുക്കൂല എന്ന്. ഇവര് തന്നെയാണ് വന്നിരുന്ന് മോളെ ചാനലിലൂടെ പറഞ്ഞത്.
അതുകൊണ്ടല്ലേ ആളുകൾ പറഞ്ഞത്. ഇപ്പം അതിനെ വന്ന് ന്യായീകരിക്കാൻ വന്നിരിക്കണേണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ബന്ധവും ഇല്ലാത്ത ചില തമ്പനയില് ക്യാപ്ഷൻസ് ഇതൊക്കെ വായിച്ചിരുന്നോ? ഇല്ല, എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്നും അപ്പൊ വായിച്ചില്ലെങ്കിൽ ഞാൻ ഒന്ന് വായിച്ചോട്ടെ. ഒന്നുമില്ല. മുഴു പട്ടിണിയാ മോളെ, ഇങ്ങേരെന്നെ ഡയറ്റ് ചെയ്യിപ്പിക്കുക. ജയപ്രകാശ് ആടുകൾക്കൊരു ഭീഷണി, മനഃപൂർവ്വം അപമാനിക്കാനാണ് മകൾ എന്ന് പറഞ്ഞ് അവൾ വന്നത്. വയസ്സാങ്കാലത്ത് കെട്ടിക്കുടുങ്ങി, ഇഷ്ടമുള്ള ഭക്ഷണം പോലും ഈ പുള്ളിക്കാരൻ തരുന്നില്ല. അയാൾ അടിച്ചത് കൊണ്ടാണ് ഞാൻ വീഡിയോ പുറത്തിട്ടത്. ഇനി മുതൽ ഞാൻ അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ജയപ്രകാശ് പലതവണ രശ്മിയെ തല്ലുന്നതായി രശ്മിയുടെ കൂട്ടുകാരി. അത് ഏത് കൂട്ടുകാരിയാണ് ഇല്ലാത്ത കാര്യം പറയുന്നത്? എനിക്ക് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നല്ല ഫ്രണ്ട്സ് എനിക്കുള്ളത്. അത് അവരൊക്കെ നമ്മുടെ ലൈഫ് കണ്ട് അവര് അപ്പൊ തല്ലേ നല്ല ഇതത്തിന് കിട്ടുമായിരുന്നു. പട്ടിണിക്കിടെ മാത്രമല്ല, തല്ലേം ചെയ്തതായിട്ട് ഇവിടെ കമന്റുകളും വന്നു, ചുമ്മാ അല്ല. ഭയങ്കര ഹാപ്പിയാണ്, അവർ താങ്ക്ഫുൾ ആണ് ഗോഡിനോട്. പക്ഷെ അവരാരും ഇത് പറയില്ല. ഏത് ഫ്രണ്ടാണെന്ന് പറയാൻ ഈ പറഞ്ഞ ബിരുദന്റെ അടുത്ത് ആരാണ് ഈ പറഞ്ഞതെന്ന് വെച്ചാൽ സങ്കടം കൊണ്ട് പറയുകയാണ്. കാരണം എൻ്റെ മക്കളുടെ പ്രായമുള്ളവരാണ് ഈ എഴുതി വിടുന്നത്, ഈ ആവശ്യമില്ലാത്ത വീഡിയോകളിൽ ഇടുന്നത്. നമ്മുടെ സ്വന്തം അമ്മ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ അവര്? അത് വേദനയോടെ തന്നെ ഞാൻ പറയാം. എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു ഇത് കേട്ടപ്പോ. കാരണം ഇവര് പട്ടിണി കിട്ടു എന്ന് വന്ന് പറഞ്ഞപ്പോഴേ ആളെയൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. ചിലപ്പോൾ ഉള്ളതും ആയിരിക്കും. ഞാൻ അടിച്ചാ ഇടിച്ചാ എന്തേലും ചെയ്ത അവർക്കേ അറിയാവൂ. സത്യത്തിന് നിരക്കാത്ത ഒരു കാര്യം അവരിങ്ങനെ വിളിച്ച് സമൂഹത്തിനോട് പറയുമ്പോൾ ഒരു പുളിപ്പ് അവർക്കില്ലേ, ഒരു ലജ്ജയില്ലേ? അവർക്കും ഒരു അമ്മയില്ലേ? അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട്. ഒന്ന് രണ്ടുപേരെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പൊ. ഏതായാലും അരി മേടിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് അല്ലേ? അതെ. പക്ഷെ അവർ ഒരാളെ ദ്രോഹിച്ചിട്ട് ചെയ്താൽ അതിന്റെ ഇമ്പാക്ട് അവർക്ക് തന്നെ തിരിച്ചു കിട്ടും. നമ്മളത് തിരിച്ചു മോളെ അമ്മയെ വെച്ചിട്ട് നല്ലതുപോലെ അരി വാങ്ങിച്ചു ആ ഒരു വീഡിയോ ചോദിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണുന്ന ഒരു ശക്തിയുണ്ട്, നമ്മളെല്ലാരും വിശ്വസിക്കുന്ന ഒരു ശക്തി. ആ ശക്തി അതിന് മറുപടി കൊടുത്തേ പറ്റുമോ. ഇങ്ങനെ ഒരുപാട് ട്രോൾസും ഈ വിവാഹ ജീവിതത്തിന് ശേഷം ഒരുപാട് വീഡിയോസും ഇങ്ങനെ നമ്മളെ പറ്റി അറിയാത്തവർ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഈ ബന്ധുക്കാരും സുഹൃത്തുക്കളൊക്കെ വിളിച്ചിരുന്നോ ഇതെന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു? വളരെ കുറച്ച് പേരെ, ഒന്ന് രണ്ട് പേരെ വിളിച്ചോളൂ. ബാക്കിയുള്ളവരെല്ലാരും പറഞ്ഞു, ചിരിച്ചിട്ട് പറഞ്ഞു ഇത് എന്തിനാ, ഇതാരാ ഇതൊക്കെ ഇങ്ങനെ. ആളുകൾക്കറിയാം ഇവര് പറഞ്ഞതിന്റെ മറുപടിയാണ് ട്രോളുകൾ വന്നതെന്നും കമൻറ്റുകൾ ഇട്ടതെന്നും എല്ലാം. എന്തായാലും മോളും വൈറലായി, അമ്മയും വൈറലായി, അച്ഛനും വൈറലായി, ഇപ്പം എല്ലാവരും വൈറലായി. ഇപ്പം അത് അടുത്ത ഇൻ്റർവ്യൂകളും ഇറങ്ങി. അപ്പോൾ അവർക്ക് നല്ല റീച്ചായില്ലേ. ഇപ്പം എല്ലാവരും ജനങ്ങൾ അറിയപ്പെടുന്നവരായില്ലേ. ഒരു കുടുംബകാര്യങ്ങൾ വന്നിരുന്ന് പറയുമ്പോൾ ഓർക്കണം, അത് നെഗറ്റീവ് കമൻറ്റ് വരും. അതുപോലെ ജനങ്ങൾ പ്രതികരിക്കുകയും ചെയ്യും. ഒന്നും തരൂല, പട്ടിണിക്കിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വന്നിരുന്ന് പറഞ്ഞത് വേറെ ആരും അല്ലല്ലോ, നിങ്ങളല്ലേ പറഞ്ഞത്. പിന്നെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. വർഷങ്ങൾ കൊണ്ട് പ്രണയിച്ചതാണെങ്കിൽ അത് സന്തോഷമായി ജീവിതം മുന്നോട്ട് പോട്ടെ. എന്നിട്ട് ഇനി അവിടെ കൊണ്ട് വന്നപ്പോൾ എനിക്കൊന്നും മേടിച്ച് തന്നില്ല, ഇവിടെ വന്നപ്പോൾ ഒന്നും മേടിച്ച് തന്നില്ല, എന്നെ വീട്ടിൽ പട്ടിണിയാണ് ഇടുന്നത്, എനിക്ക് ചോറ് തരൂല, വേറൊന്നും തരൂല, ഒന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കണത് അത് ശരിയല്ല. ഇപ്പം അങ്ങനെ രണ്ടുപേരും കൂടി വെളുപ്പിക്കാൻ വന്നിരിക്കുകയാണ്. മോള് പറഞ്ഞു വിട്ടതായിരിക്കും, അമ്മ പോയിരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെളുപ്പീര് അന്ന് അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറയാനായിട്ട് മോള് പറഞ്ഞു വിട്ടതായിരിക്കും. അതുകൊണ്ടാണ് അമ്മ വന്നിരുന്നും കൊണ്ട് അടുത്ത ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. പാവം ആൾ മിണ്ടാതിരിക്കണം, അടുത്ത് പേടിച്ചിട്ട്.